ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 1 മുതൽ 8 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്കാകാൻ ഒരുങ്ങുന്ന ആര്യവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്കാകാൻ ഒരുങ്ങുന്ന ആര്യവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം. ഉത്തരം ഹരിയാന. അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളം. 2025 പ്രഖ്യാപിച്ച 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കൻ ചിത്രമായ അനോറ. മികച്ച സംവിധാനം, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ്, മികച്ച നടി ഉൾപ്പെടെ 5 പുരസ്കാരങ്ങളാണ് അനോറ എന്ന അമേരിക്കൻ ചിത്രം നേടിയിട്ടുള്ളത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയൻ ബ്രോഡി. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള 2025 ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കി മാഡിസൺ. അനോറ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മൈക്കി മാഡിസണ് മികച്ച നടിക്കുള്ള 2025 ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഷോൺ ബേക്കർ. അനോറ എന്ന ചിത്രം സംവിധാനം ചെയ്ത ഷോൺ ബേക്കർക്കാണ് 2025 മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ലോക വന്യജീവി ദിനം എന്ന്. ലോക വന്യജീവി ദിനം മാർച്ച് 3. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം: വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപം. വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപം എന്നതാണ് 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം. 2025 ഇന്ത്യയിലെ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം ഏത്? 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം. ഉത്തരം വിദർഭ. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വിദർഭയുടെ കിരീട നേട്ടം. വിദർഭയുടെ 3ാം രഞ്ജി കിരീടമാണ് ഇത്. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെ? ഉത്തരം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നിവയാണ് 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇതോടെ ഇന്ത്യയിൽ ആകെ നവരത്ന പദവി ലഭിച്ച കമ്പനികളുടെ എണ്ണം 26. അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആര്? അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം. ഉത്തരം സുനിൽ ഛേത്രി. അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം: എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നിവയാണ് 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. ജപ്പാനിലെ ഈസ്റ്റ് ഫ്യൂജി മാനുവർ ട്രെയിനിങ് ഏരിയയിൽ നടക്കുന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര്. ജപ്പാനിലെ ഈസ്റ്റ് ഫ്യൂജി മാനുവർ ട്രെയിനിങ് ഏരിയയിൽ നടക്കുന്ന
ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്? ഉത്തരം ധർമ്മ ഗാർഡിയൻ. കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? മലമ്പുഴ. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അഥവാ സെബിയുടെ ചെയർമാൻ ആര്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അഥവാ സെബിയുടെ ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം തുഹിൽ കാന്ത പാണ്ഡെ. 3 വർഷത്തേക്കാണ് തുഹിൽ കാന്ത് പാണ്ഡെയുടെ നിയമനം. സെബിയുടെ ചെയർപേഴ്സണായിരുന്ന ആദ്യ വനിത മാധവി പുരി പുച്ചിന് പിൻഗാമിയായിട്ടാണ് തുഹിൽ കാന്ത പാണ്ഡെ നിയമിതനായത്. 1988 ഏപ്രിൽ 12-നാണ് സെബി സ്ഥാപിതമായത്. ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് 2025-ൽ എത്ര വർഷമാണ് തികയുന്നത്? ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് 2025-ൽ എത്ര വർഷമാണ് തികയുന്നത്? ഉത്തരം 100 വർഷം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 2025 മാർച്ചിലാണ് ഗാന്ധിജി വൈക്കത്ത് വന്നത്. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-ന്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. 2027-ൽ നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? 2027-ൽ നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാവുന്നത്? ഉത്തരം സൗദി അറേബ്യയിലെ റിയാദ്. മഹാകവി വെള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് ആര്? മഹാകവി വെള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത്? ഉത്തരം അനിൽ വള്ളത്തോൾ. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷ ഏത്? 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഇംഗ്ലീഷ്. 250 വർഷത്തെ ചരിത്രത്തിൽ ഇതേവരെ ഫെഡറൽ തലത്തിൽ US-ന് ഒരു ദേശീയ ഭാഷ ഉണ്ടായിരുന്നില്ല. 2025 മാർച്ചിലാണ് US-ന്റെ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധൻ ആര്? 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധൻ? ഉത്തരം ഡോക്ടർ ജോർജ് പി. എബ്രഹാം. കേരളത്തിൽ ഏറ്റവും അധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ജോർജ് പി. എബ്രഹാം. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏത്? EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ജമ്മു കാശ്മീർ. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കുവാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി? ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കുവാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന പദ്ധതി? ഉത്തരം പഠിപ്പ് രുസി. പഠനത്തിന്റെ രുചി എന്നാണ് പഠിപ്പ് രുസി എന്ന വാക്കിന്റെ അർത്ഥം. ഇടുക്കി ഇടമലക്കുടിയിലെ ആദിവാസി കുട്ടികൾക്കായി മുതുവൻ ഭാഷയിൽ ആരംഭിച്ച സംരംഭമാണ് പഠിപ്പ് രുസി. 2025-ലെ നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം ഏത്? 2025-ൽ നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം? ഉത്തരം അമേരിക്ക. 2-ാം സ്ഥാനത്ത് ചൈന, 3-ാം സ്ഥാനത്ത് ജപ്പാൻ, ഇന്ത്യ 4-ാം സ്ഥാനത്ത്.
2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം നേടിയ വിമാനത്താവളം ഏത്? 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം നേടിയ വിമാനത്താവളം ഗോവയിലെ മോപ്പ വിമാനത്താവളം അഥവാ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച കമ്പനി ഏത്? ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച കമ്പനി. ഉത്തരം ത്വസ്ത. മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്വസ്ത. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് 2025 ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. ഉത്തരം ബീഹാർ. 2025 ഇന്ത്യയിൽ 20,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 1 മുതൽ 7 വരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിപാടിയുടെ പേര്. 2025 ഇന്ത്യയിൽ 20,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 1 മുതൽ 7 വരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിപാടി. ഉത്തരം ജൻ ഔഷധി സപ്താഹ്. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഏത്? ഉത്തരം ഡൊമിനിക്. ഇന്ത്യ 6ാം സ്ഥാനത്ത്. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പട്ടികജാതി സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര്. ഇന്ത്യയിൽ പട്ടികജാതി സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. ഉത്തരം PM അജയ്. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ് യോജന. നൈപുണ്യ വികസനം, മറ്റു സംരംഭങ്ങൾ എന്നിവയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പട്ടികജാതി സമൂഹങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുക എന്നതാണ് PM അജയ് പദ്ധതിയുടെ ലക്ഷ്യം. അസമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര്. അസമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര്. ഉത്തരം രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയുടെ പേര്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി ഏത്? ഉത്തരം സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. നീർച്ചാലുകളുടെ ഒഴുക്ക് സുഗമമാക്കുന്നതോടെ പശ്ചിമഘട്ട മേഖലയിൽ മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത ലഘൂകരിക്കുക എന്നതാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന പദ്ധതിയുടെ ലക്ഷ്യം.